ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 108 പ്രകാരം കേരള പോലീസും പിണറായി വിജയനും വലിയൊരു നാടകം കളിക്കുന്നതാണോ എന്ന് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. അതായത് സിഞ്ചിത്തയെ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങളെല്ലാവരും കേട്ട് കാണും. പക്ഷേ ആ സ്ത്രീ സിഞ്ചിത്തയാണോ? ആ സ്ത്രീയുടെ ഫേസ് നമുക്ക് കാണിക്കുന്നില്ല. അതായത് തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അറസ്റ്റ് ചെയ്തത്. നോക്കൂ, നിങ്ങൾ സൈഡിൽ ആ ഒരു ഫോട്ടോ ഞാൻ വെച്ച് തരാം. കൊണ്ടുപോകുന്നത് ആഡംബര കാറിലാണ്. ബസ്സിൽ കണ്ട ആ പെണ്ണ്, സിഞ്ചിത്ത എന്ന പെണ്ണും ഈ പെണ്ണും നല്ലോണം വ്യത്യാസമുണ്ട്. ഒന്നാമത് നല്ല തടിയാണ് ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണുന്നത്. എൻ്റെ ഒരു സംശയം, അതായത് എലക്ഷന് വരാൻ പോവുകയാണ്. എലക്ഷനിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതാണോ എന്ന് എനിക്ക് പേഴ്സണലി ചെറിയൊരു സംശയമുണ്ട്. എലക്ഷനാണ്, അതുകൊണ്ട് എന്ത് വൃത്തികെട്ട പരിപാടിയും പിണറായി വിജയനും കേരള പോലീസും നടത്തും. അതിൽ തർക്കമില്ല. അതിന് തെളിവൊക്കെ വെച്ച് ഞാൻ പൊളിക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കണം. നിർബന്ധമായി നിങ്ങൾ കേട്ട് കാണുന്ന രാവിലെ തൊട്ട് ഓടുന്ന ഓഡിയോ ക്ലിപ്പാണ്. ഒന്നും കൂടി നിങ്ങൾ കേൾക്കണം. അതിനുശേഷം ഒന്നൊന്നായിട്ട് ഞാൻ ഇതിനെ പൊളിച്ചു തരാം. എൻ്റെ സംശയം നിങ്ങളിലേക്കും ഞാൻ എത്തിച്ചു തരാം. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണിയായി. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ടാൽ ഒരു കണ്ണൂരിലുള്ള ഒരു തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാ. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവളൊന്ന് കാണണം. അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്. പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്. സംഭവം അവൾ ഇവിടെ ഉണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ. 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവളെ കാണുന്നുണ്ടെങ്കിൽ അല്ല, കള്ളം പറഞ്ഞാൽ ആർക്കെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ? 5 ലക്ഷം 10 ലക്ഷം ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. വെറുതെ ആരെങ്കിലും ഇങ്ങനൊരു ഓഡിയോ ക്ലിപ്പ് ഇടോ? ഞാൻ പറഞ്ഞു വരുന്നത് നല്ലവരായ വടകരക്കാരോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവുമല്ലോ. പയ്യന്നൂർ വടകരയിലാണ് ഇവരുടെ വീട്. അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കമൻ്റ് ഇടണം. അതായത് ആരെങ്കിലും വെറുതെ ദുബായിൽ കറാമയിൽ എത്തിയെന്ന് ഒരു ഓഡിയോ ക്ലിപ്പ്, പച്ചക്കളവ് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഇട്ടാൽ അദ്ദേഹത്തിന് പൈസ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ സംശയം, പ്രതിയെ പോലീസ് രക്ഷപ്പെടുത്താൻ വേറൊരു സ്ത്രീയെ തൽക്കാലം അറസ്റ്റ് ചെയ്ത് കണ്ണിൽ പൊടിയിടാം. അതായത് കേരള പോലീസിനും പിണറായി വിജയനും ഒരു കാര്യം അറിയും. ഈ വിഷയം കൂടിപ്പോയ, അതായത് ദീപക് ആത്മഹത്യ ചെയ്തൊരു കാര്യമായതുകൊണ്ട് കൂടിപ്പോയ 2-3 ദിവസം ചർച്ചയാവും. അതിനുശേഷം ഈ വിഷയം ആരും ചർച്ച ചെയ്യൂല. അപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വേറൊരു സ്ത്രീയെ കളത്തിൽ ഇറക്കിയതാണോ എന്ന് ഞാനും നിങ്ങളും സംശയിക്കണം. അതായത് മുഖം ഫുള്ള് കവറാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് മുഖമൊക്കെ കവർ ചെയ്യിപ്പിക്കുന്നത്? എലക്ഷന് വരുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ സിനിമ മോഡലായി അറസ്റ്റ് ചെയ്തതാണോ എന്ന് നമ്മൾ സംശയിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഫേസ് ഒക്കെ കാണിക്കട്ടെ. എന്തുകൊണ്ട് ഫേസ് കാണിക്കുന്നില്ല? അതായത് പോലീസാണ് നാടകം, എലക്ഷനാണ് വരാൻ പോകുന്നത്, എന്ത് നാടകം വേണമെങ്കിൽ നമ്മൾ കാണേണ്ടി വരും. ഒരു വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇന്ന് വന്ന വാർത്തയുടെ, ഇവളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന വാർത്തയുടെ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം, നിർബന്ധമായും കാണണം. അപ്പോൾ സംശയത്തോടെ നിങ്ങൾ കാണൂ അത് അവളാണോ എന്നൊക്കെ. അതിനുശേഷം വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വെച്ചു തരാം. സമീർ, ഈ വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണോ? ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണോ ഷിംജിതയുമായി പോലീസ് സംഘം പോയിരിക്കുന്നത്? ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത കേസിലാണ് വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോൾ സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഈ പോലീസ് സംഘം ഇപ്പോൾ ഷിംജിതയുമായി പോയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണോ? ഉന്മേഷ്, ഒരു സ്വകാര്യ വാഹനത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയുമായി വരുന്നത്. കൊയിലാണ്ടിയിൽ എത്തിച്ചുകൊണ്ട് അവരുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം, അല്ല എങ്കിൽ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, വൈദ്യപരിശോധന പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും പരിഗണിക്കുക. അതിനിടയിലാണ് ഇപ്പോൾ വടകരയിൽ ബന്ധു വീട്ടിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത്രയധികം സമയം പിന്നിട്ടിട്ടും ഈ പ്രതിയെ പോലീസ് പിടികൂടിയില്ല. മാത്രമല്ല, തെളിവുകൾ നശിപ്പിക്കാൻ സമയം നൽകി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപകിന്റെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ്. അത്തരം സാധ്യതയൊക്കെ ഇല്ലാതാക്കുന്ന നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നതെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് പോലീസ്
രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ACPയുടെ ഓഫീസിലേക്കോ കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒപ്പം തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടുന്ന് തുടർ നടപടിയിലേക്ക് നീങ്ങാനുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ആ ഫോട്ടോ, അതായത് ബസ്സിൽ കാണുന്ന വീഡിയോയും ഈ സ്ത്രീയുമായിട്ട് എന്തോ ഒരു വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ഇത് ഇവളെ ശംഷിദ് തന്നെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷേ സംശയിക്കണം നമ്മൾ. കാരണം ഒരാൾ കറാമയിൽ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ട് പറയുന്നുണ്ട് അവൾ കറാമയിൽ എത്തിയെന്ന്. വെറുതെ പറയോ? ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കണം അത് ആരാണ്, എവിടെ നിന്നാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നത്, അയാൾ എന്തിനാണ് അങ്ങനെ കളവ് പറഞ്ഞതെങ്കിൽ എന്തിനാണ് വെറുതെ പറഞ്ഞത്, അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കത് എന്തായാലും കേട്ട് നോക്കാം. ഓക്കെ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് നമ്മളുടെ നാട്ടിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത കമ്മീഷണറോടും കൂടിയിട്ടാണ്. അതായത് ബസ്സിൽ യാത്ര ചെയ്യുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി കുറച്ച് കർശനമായിട്ടുള്ള നിബന്ധനകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു നിബന്ധന നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ ബസ്സുകൾക്കകത്തും മുന്നിലും പുറകിലുമായി നിർബന്ധമായിട്ടും ക്യാമറ ഘടിപ്പിക്കണം എന്നുള്ളതായിരുന്നത്. ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കും തോന്നിയത് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്ത്രീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ബസ്സിൽ പ്രോപ്പറായിട്ടുള്ള ക്യാമറകൾ ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ പോലെ ആ ഒരു വീഡിയോ നമ്മൾക്ക് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവായി ആത്മഹത്യ പ്രേരണയ്ക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യായിരുന്നു. സ്വകാര്യ ബസ്സുകളിൽ പുരുഷന്മാരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കർശനമായിട്ടുള്ള നടപടി ഇറങ്ങിയിട്ടും അത് പ്രോപ്പറായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനിയെങ്കിലും ബസ്സുകളുടെ മുന്നിലും പുറകിലും നിർബന്ധമായിട്ടും ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ഓർഡർ പാലിക്കപ്പെടണം. ഈ ഒരു കാര്യം ചെയ്തത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് എന്നറിയുമ്പോൾ അത് കൂടുതൽ ഷോക്കിംഗ് ആണ്. കാരണം ഇത്രയും ഇമ്മച്ചുവറായിട്ടൊരു ബിഹേവിയർ എങ്ങനെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു സെക്ഷുവൽ അലിഗേഷൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹമാണ് ആ ഒരു ഫാമിലിയിലുള്ള ഒരേ ഒരു ബ്രെഡ് വിന്നർ. അപ്പോൾ ആ ഒരു ഫാമിലിനെ മൊത്തം നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന രീതിയിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും സ്ത്രീകളുടെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെയും സുരക്ഷയ്ക്കായി ബസ്സിൻ്റെ അകത്ത് ക്യാമറകൾ വെക്കണം എന്ന നിബന്ധന നിർബന്ധമായിട്ടും പാലിക്കപ്പെടണം. ഒരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 108 പ്രകാരം 10 വർഷം വരെ തടവ് ലഭിക്കേണ്ട ഒരു ഒഫൻസാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ബസ്സിനകത്ത് നടക്കും. ഓക്കെ, വക്കീൽ പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. കേരള പോലീസ് ഞാൻ വെല്ലുവിളിച്ചതല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി, അത് ഞാൻ പറഞ്ഞു. ഇതിനെ ക്ലിയർ ചെയ്യേണ്ടതും പോലീസ് തന്നെയാണ്. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.